നമുക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തരാൻ നമ്മിൽപ്പെട്ട ഒരാളെ പ്രതിനിധിയാക്കി നിർത്തിക്കൊണ്ട് അവരെ വിജയിപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ അവരെ കൊണ്ട് നേടിയെടുപ്പിക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഓരോ കക്ഷിയെയും വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും. നാം മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ വേണ്ടി വല്ലാതെ ഓടി നടക്കുന്ന കുറേ ആളുകളെ കാണാം. അവരുടെ പാർട്ടി വിജയിക്കണം, അല്ലെങ്കിൽ അവരുടെ കക്ഷി വിജയിക്കണമെന്ന് പറഞ്ഞ് അതിനായി അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെ വിജയിപ്പിച്ചു ഒക്കെ ശരി തന്നെ, പക്ഷേ എൻ്റെ വിജയം ആരാണ് തീരുമാനിക്കുന്നത്? മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയം നമുക്ക് പ്രധാനമാണ്. ആ വിജയം ആരാണ് തീരുമാനിക്കേണ്ടത്? ആ വിജയത്തിന് വേണ്ടി ആരാണ് പരിശ്രമിക്കേണ്ടത്? ആ വിജയം എങ്ങനെ നേടിയെടുക്കും എന്നുള്ളതാകണം ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കേണ്ടത്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, നമുക്കൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടാനുണ്ട്, നമുക്കൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മെ പടച്ച അല്ലാഹു തആല എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്? നമ്മുടെ ജീവിതം കൊണ്ട് നാം എന്താണ് നേടിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന സമയം കൂടിയാണ്. നാം ഒരുപാട് ആളുകളെ ജയിപ്പിച്ചു വിടുന്നു, ഒരുപാട് ആളുകളെ പരാജയപ്പെടുത്തി വിടുന്നു. എന്നാൽ നമ്മെ ആര് ജയിപ്പിക്കും? നാം എനിക്ക് ജയിക്കണമെങ്കിൽ ആരാണ് അതിനു വേണ്ടി പണിയെടുക്കേണ്ടത്? വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് കാണാം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളെ മനുഷ്യവർഗത്തെ അതുപോലെ തന്നെ ജിന്ന് വർഗത്തെ നാം പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് വേണ്ടി ഇബാദത്തെടുക്കാനല്ലാതെ, എനിക്ക് വേണ്ടി ആരാധിക്കാനല്ലാതെ ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും അല്ലാഹു തആല ഈ ഭൂമിയിൽ പടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നത് ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരായി മാറാൻ വേണ്ടിയാണ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറാൻ വേണ്ടി മാത്രമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നത്. നാം എല്ലാവരും ഒരു വിചാരണയ്ക്ക് വേണ്ടിയിട്ട്, നാം എല്ലാവരും ഒരു വിചാരണം അഭിമുഖീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ്. ആ സമയത്ത് അല്ലാഹു തആല നമ്മോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു മനുഷ്യന് ജനിച്ച് അവൻ മരിക്കുന്ന ആ സെക്കൻഡ് വരെ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്താണ്, അവൻ്റെ കൈ പ്രവർത്തിച്ചതെന്താണ്, അവൻ്റെ കാലുകൾ പ്രവർത്തിച്ചതെന്താണ് എന്നു തുടങ്ങി സകലമാന റെക്കോർഡുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കെ തന്നെ അല്ലാഹു തആല മനുഷ്യരോട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കും. നീ ജനിച്ച് വളർന്നിട്ട്, നീ പ്രായപൂർത്തിയായിട്ട്, നീ എന്നെക്കുറിച്ച് പഠിച്ചിട്ട്, നീ എന്നെക്കുറിച്ച് അറിഞ്ഞിട്ട്, ഈ ലോകത്ത് ഞാൻ നിനക്ക് സർവ്വതും നൽകിയിട്ട് നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവോ എന്നുള്ളൊരു ചോദ്യം നാം അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സ്വഹാബ, അല്ലാഹു തആല നാളെ ആഖിറ ലോകത്ത് ചെല്ലുമ്പോൾ ഓരോ മനുഷ്യരെയും മുൻനിർത്തിക്കൊണ്ട് ഓരോ മനുഷ്യരെയും എന്നോടും ചോദിക്കും, നിന്നോടും ചോദിക്കും. എല്ലാ മനുഷ്യരോടും ഓരോ ചോദ്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവലമാ യുഹാസിബു ബിഹിൽ അബ്ദ്, ഒരു അടിമയെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യമായി അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അല്ലാഹു തആല ഓരോ മനുഷ്യരോടും ചോദിക്കുമെന്നാണ്. മിൻ അമലിഹി സ്വലാത്തു, ഒരു മനുഷ്യനോട് അവൻ്റെ ജീവിതകാല പ്രവർത്തികളിൽ
അവൻ ജീവിതകാലത്ത് ചെയ്തു വച്ച എല്ലാ കാര്യങ്ങളിലും ആദ്യമായി അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ്. എടാ, നീ എനിക്ക് വേണ്ടി നിസ്കരിച്ചുവോ എന്ന് അല്ലാഹു തആല നമ്മോട് ചോദിക്കുമ്പോൾ അവൻ്റെ ആ ചോദ്യത്തിൻ്റെ കാഠിന്യതയ്ക്ക് മുന്നിൽ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ അവിടെയാണ് വിജയം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുകയാണ്, ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. അവൻ്റെ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ നിസ്കാരത്തിൽ അവൻ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ നിസ്കാരം നല്ലതാണെന്ന്, ഞാൻ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന്, ഞാൻ നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടെന്ന് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പറയാൻ സാധിച്ചാൽ ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. അങ്ങനെ എൻ്റെ നിസ്കാരത്തിലെ യാതൊരു കോട്ടവും യാതൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ലെന്ന് പടച്ചവനോട് പറയാൻ സാധിച്ചാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ അവിടെ വിജയിക്കുകയും അതുപോലെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് വഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസറ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചോദ്യം വരുന്ന നേരത്ത് വഇൻ ഫസദത്, ഇനി അവൻ്റെ നിസ്കാരത്തിൽ അവന് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അവന് പരാജയം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിസ്കരിക്കേണ്ട നേരത്ത് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടുണ്ടെങ്കിൽ, അവൻ നിസ്കാരം ഖളാ ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഖളാ വീട്ടാതെ നടന്നിട്ടുണ്ടെങ്കിൽ, അവൻ അങ്ങനെയങ്ങ് മരിച്ചു പോയാൽ ഫഖദ് ഖാബ വ ഖസറ, അവൻ അവിടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഈ ജീവിതം കൊണ്ട് അവൻ സർവമാന നാശവും വരുത്തി വച്ചിട്ടുണ്ട്. അള്ളാഹുവും അവൻ ഒരു അടിമയും ഒരു ഉടമയും തമ്മിൽ, അടിമയാകുന്ന നമ്മളും ഉടമയാകുന്ന പടച്ചവരും തമ്മിൽ നടക്കുന്ന സുന്ദരമായൊരു ബന്ധത്തെയാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം ഏതൊരു സാഹചര്യത്തിലും ഏതൊരു അവസ്ഥയിലും ഒരാൾക്ക് ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത ഒന്നാണ്. ആ നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് ഖാബ വ ഖസറ, അവൻ നഷ്ടത്തിലായിട്ടുണ്ട്, അതുപോലെ അവൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യത്തിൽ അടിപതറിപ്പോയാൽ പിന്നെ അങ്ങോട്ടുള്ള ചോദ്യത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ പറയേണ്ടതുണ്ടോ? ഒരു ബിൽഡിങ് പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ തന്നെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് എത്ര കെട്ടിവെച്ച് പണിത് കഴിഞ്ഞാലും ഒരു അവസരത്തിൽ ഒരു സാഹചര്യത്തിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി വീണുപോകുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നതുപോലെ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനമാകുന്ന അവൻ്റെ ഇസ്ലാമിൻ്റെ, അവൻ്റെ ഈമാനിൻ്റെ, അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകുന്ന നിസ്കാരം തന്നെ ഒരാൾ അതിൽ വീഴ്ച വരുത്തി അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ പരാജയപ്പെട്ടു പോകും. നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ പ്രായപൂർത്തിയായിട്ട് ഈ ദിവസം വരെ, ഈ വർഷം വരെ, എൻ്റെ ഇത്ര വയസ്സ് വരെ ഞാൻ പ്രായപൂർത്തിയായിട്ട് ഒരു നിസ്കാരം പോലും എൻ്റെ അക്കൗണ്ടിൽ പെൻഡിങ്ങിലില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര മനുഷ്യന്മാരുണ്ട് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ? മുസ്ലിം എന്ന് പേര് വെച്ചത് കൊണ്ട്, മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്നത് കൊണ്ട്, തലയിൽ തൊപ്പിയും താടിയും വെച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ലല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുഅ്മിനിന്റെയും മുസ്ലിം അല്ലാത്ത ഒരു ആളുടെയും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ, വ്യത്യാസം നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്താണ് നോക്കേണ്ടതെന്നറിയുമോ? അവൻ അറബി സംസാരിക്കുമോ എന്ന് നോക്കിയിട്ട് അവൻ മുസ്ലിമാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഗൾഫിൽ പോയി നിന്ന ആ മുസ്ലിമായ സഹോദരനും പറയും അസ്സലാമു അലൈക്കും,
ജസാക്കല്ലാ ഖൈർ പറയും, മാഷാ അല്ലാ പറയും, ഇൻഷാ അല്ലാ പറയും. അവൻ്റെ നാവ് നോക്കിയിട്ട് അവൻ മുസ്ലിമാണോ എന്ന് പറയാൻ പറ്റില്ല. ഗൾഫ് നാടുകളിൽ നിന്ന് അവിടെ ശീലിച്ച ആളുകൾ ചിലപ്പോൾ നീളം കുപ്പായവും തൊപ്പിയും വെച്ച് നടക്കും. ആ വേഷം നോക്കിയിട്ട് അവൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരാൾ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇന്ന ബൈന റജുലി വ ബൈന ശിർകി വൽ കുഫർ തർക്കു സ്വലാ. നിങ്ങൾ ഒരാളെ നോക്കുക, അവൻ നിസ്കാരം ഒഴിവാക്കുന്നുണ്ടോ എങ്കിൽ അവൻ മുസ്ലിമല്ല. അതേ സമയത്ത് അവൻ നിസ്കാരം നിലനിർത്തുന്നുണ്ടോ എങ്കിൽ അവൻ മുസ്ലിമാണ് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമുക്കൊരുപാട് തിരക്കുകൾ ഉണ്ടാകും, നമുക്കൊരുപാട് ഒഴിവുകൾ പറയാനുണ്ടാകും. അതൊന്നും ഒരു പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ന ബൈന റജുലി വ ബൈന ശിർകി വൽ കുഫർ. ഒരു ശിർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അമുസ്ലിമായ സഹോദരൻ, ആ സഹോദരനും അതുപോലെ തന്നെ മുസ്ലിമായ ആളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തർക്കുസ്വലാ, അവൻ നിസ്കാരത്തെ ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല എന്ന് അടിവരയിട്ട് പറയുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നിസ്കാരത്തെ പറ്റിയിട്ടാണ്. നീ നിസ്കരിച്ചോ? നിന്റെ നിസ്കാരത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടോ? ആ നിസ്കാരത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നാം എന്ത് വെച്ച് കെട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് പറയാം, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ എനിക്ക് നീ ഇളവ് തരണം. അല്ലാഹു തആല വിട്ടുതരില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു വല്ലാത്ത അവൻ്റെ ശരീരം കൊണ്ട് അല്ലാഹു തആലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. അവൻ്റെ ശരീരം കൊണ്ട് അതിന് മുകളിലേക്ക് മറ്റൊന്നും അല്ലാഹുവിന് വേണ്ടി ചെയ്യാനില്ല. നാം ഒരു മുതലാളിക്ക് കീഴിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മുതലാളിയുടെ കീഴിൽ നാം ജോലി എടുക്കുന്നുണ്ടെങ്കിൽ, ഒരവസരത്തിൽ ആ മുതലാളി നമ്മെ വിളിപ്പിക്കുകയാണ്, നീ ഒന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം, അല്ലെങ്കിൽ നീ എൻ്റെ ക്യാബിനിലേക്ക് വരണമെന്ന് ഒരു മുതലാളി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു പറഞ്ഞാൽ നാം നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെക്കും. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് ഇന്ന സമയത്തിന് എത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് മഴ വന്നാലും ശരി, വെയിലുണ്ടെങ്കിലും ശരി, മഞ്ഞുണ്ടെങ്കിലും ശരി, നമ്മൾ കാറിലായാലും ബൈക്കിലായാലും ബസ് കയറിയിട്ടായാലും ഓട്ടോ വിളിച്ചിട്ടായാലും നമ്മൾ ആ മുതലാളിയുടെ ക്യാബിനിലേക്ക് പോകും. എന്തിനാ? മാസാവസാനം ശമ്പളം തരുന്നത് ആ മുതലാളിയാണ്. ആ മുതലാളി എനിക്ക് ശമ്പളം തന്നിട്ട് വേണം എൻ്റെ ജീവിതം കൊണ്ടുപോകാൻ. അതുകൊണ്ട് അയാൾ വിളിച്ചാൽ ആ സമയത്തിന് ഞാൻ അവിടെ എത്തിയേ തീരൂ എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് നാം പെട്ടെന്ന് ഓടിച്ചെല്ലും. എന്നാൽ മുഅ്മിനീങ്ങളെ, നമ്മുടെ മുതലാളിയായ ഒരു മനുഷ്യന് നാം കൊടുക്കുന്ന ഒരു വില പോലും പടച്ചവന് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെത്ര വേദനാജനകമായ കാര്യമാണ്. അല്ലാഹു തആല നമ്മെ 5 നേരം വിളിക്കുന്നുണ്ട്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നാം കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ഹയ്യ അലസ്സലാ. ഓ നിങ്ങൾ നിസ്കാരത്തിലേക്ക് ഓടി വരൂ. ഹയ്യ അലൽ ഫലാഹ്. നിസ്കരിച്ച് നിങ്ങൾ വിജയത്തിലേക്ക് ഓടി വരൂ. നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഓടി വരിക, വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പള്ളിയിലേക്ക് വരിക എന്ന് 5 നേരവും അല്ലാഹു തആല നമ്മെ വിളിക്കുന്നുണ്ട്. പക്ഷേ മുതലാളിക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം പോലും അല്ലാഹുവിന് കൊടുക്കാതെ നാം നമ്മുടെ തിരക്കിൽ തന്നെയാണ്, നമ്മൾ ഉറക്കത്തിൽ തന്നെയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നിസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാനുണ്ട്. നിസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഭൗതികവും ആത്മീയവുമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഏറ്റവും ആത്യന്തികമായി ഒരു മനുഷ്യൻ അവൻ നിസ്കരിക്കേണ്ടത്, അവൻ പടച്ച റബ്ബ് വിളിച്ചു, പടച്ച റബ്ബ് പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടത്. എന്നാൽ ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ അതിന് നമുക്ക് പറയാം.
ആത്മീയമായ ഒരുപാട് ഗുണങ്ങൾ അതിലേറെ നമുക്ക് പറയാനുണ്ടാകും. വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, യാ സ്വഹാബ, നിങ്ങൾ ഒരു മനുഷ്യനെ സങ്കല്പിക്കുക. ആ മനുഷ്യന് ഒഴുകുന്ന അരുവിയിൽ 5 നേരവും കുളിച്ചു കൊണ്ടിരിക്കുകയാണ്. 5 നേരവും കുളിച്ചു കയറുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ മാ തഖൂലു ദാലിക യുബ്ഖാ മിൻ ദറനിഹി, എന്തെങ്കിലും അവൻ്റെ ശരീരത്തിൽ അഴുക്കായിട്ട് അവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ലാ യുബ്ഖാ മിൻ ദറനിഹി ഷൈആ, അവൻ്റെ ശരീരത്തിൽ അഴുക്കുകളൊന്നും കാണാൻ പറ്റില്ല. കാരണം അവൻ 5 നേരവും ഒഴുകുന്നൊരു നദിയിൽ നിന്ന് കുളിച്ച് കയറുന്നവനാണ്. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദാലിക മസലുസ് സ്വലാ, ഫദാലിക മസലുസ് സ്വലാത്തിൽ ഖംസ്, സ്വലവാത്തിൽ ഖംസ്, നിങ്ങൾ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഉപമ ഇതുപോലെയാണ്. നിങ്ങൾ 5 നേരവും നിസ്കരിച്ച് കയറുന്ന അരുവിയിൽ നിന്ന് കുളിച്ച് കയറുന്ന ഒരുവനെ പോലെയാണെങ്കിൽ 5 നേരവും നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു തെറ്റുകളും, നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും യാതൊരു തെറ്റുകളും അവശേഷിക്കുകയില്ല. നാം മനുഷ്യന്മാർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ കാതുകൾ കൊണ്ട്, നമ്മുടെ മറ്റു അവയവങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്ന മനുഷ്യരാണ് നാം. അങ്ങനെയുള്ള മനുഷ്യർ അല്ലാഹു തആല നമ്മെ വിളിക്കുകയാണ് നിസ്കാരത്തിലേക്ക്. ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ന്യൂനതകളും അറിയുന്നവൻ ഞാനാണ്. ഒരു ഫോൺ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ന്യൂനതകളും അതിൻ്റെ ബെനിഫിറ്റ്സും അറിയുന്നവൻ ഞാനാണ്. അതിൻ്റെ ഗുണങ്ങളും ഗുണദോഷങ്ങളും അറിയുന്നവൻ ഞാനാണ്. അങ്ങനെയുള്ള അല്ലാഹു തആല, എല്ലാം പടച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആല, ആ റബ്ബ് പറയുകയാണ്, നിങ്ങൾ 5 നേരവും നിസ്കരിച്ചു കൊള്ളുക, നിങ്ങൾ 5 നേരവും എനിക്ക് വേണ്ടി സുജൂദ് ചെയ്തു കൊള്ളുക. നിങ്ങൾ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരായ നിങ്ങളുടെ ന്യൂനതകളെ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഞാനാണ്. നിങ്ങൾ തെറ്റു ചെയ്തു പോകും. അത് നിങ്ങളുടെ ഇൻബിൽട്ടായിട്ട് നിങ്ങളുടെ ശരീരത്തിലുള്ളതാണ്, നിങ്ങളുടെ ആത്മാവിലുള്ളതാ. തെറ്റുകളിലേക്ക് നിങ്ങൾ വലിഞ്ഞു പോകും, ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഇച്ഛാശക്തിയും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തെറ്റുകൾ ചെയ്തു പോകുമെന്ന് ഉറപ്പുള്ള അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ 5 നേരവും നിസ്കരിച്ചു കൊള്ളുക. യംഹുല്ലാഹു ബിഹിൽ ഖതായ, 5 നേരവും ഒഴുകുന്ന അരുവിയിൽ നിന്ന് കുളിച്ചു കയറുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അഴുക്കും അവശേഷിക്കാത്തതുപോലെ നിങ്ങളുടെ ആത്മാവിൽ യാതൊരു തെറ്റും അവശേഷിക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തെറ്റുകൾ ഒരുപാട് ചെയ്തു പോകും. ആ തെറ്റൊക്കെയും നമുക്ക് വായിച്ചു കളയണം. നാം എപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കും. 5 നേരം നിസ്കരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ, അവൻ്റെ ആത്മാവിൽ നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇവിടെ കിടക്കും. നമ്മുടെ ശരീരം കുളിപ്പിച്ച് കഫൻ ചെയ്ത് 6 അടി മണ്ണിലേക്ക് നമ്മുടെ കുടുംബക്കാർ ഇറക്കി വെക്കും. പക്ഷെ നമ്മുടെ ആത്മാവ് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. നാം ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം പോകുന്നതെങ്കിൽ നാം അവൻ്റെ അടുക്കൽ ചെന്ന് മറുപടി പറയേണ്ടി വരും. അള്ളാഹു തആല ചോദിക്കും. ഓരോ കാര്യങ്ങളെയും എണ്ണി ചോദിക്കുന്നൊരു സമയത്ത്, ആ സമയത്ത് നമ്മുടെ ആത്മാവിനൊന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ആ ആത്മാവ് അവിടെ ശിക്ഷിക്കപ്പെടും. ശരീരം മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ യാതൊരുവിധ അഴുക്കും, നിങ്ങളുടെ മനസ്സിൽ യാതൊരുവിധ അഴുക്കും അല്ലാഹു തആല എല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിസ്കാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു വലിയ സൗഭാഗ്യമാണ്, വലിയൊരു ഓഫറാണ് അല്ലാഹു തആല നൽകുന്നത്. മറ്റൊന്നും കൂടിയുണ്ട്. അല്ലാഹു തആല സൂറത്തു അൻകബൂത്തിലൂടെ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങളുടെ നിസ്കാരം ശരിയായ രീതിയിൽ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം എല്ലാ തെറ്റുകളിൽ നിന്നും, എല്ലാവിധ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ കാക്കുമെന്നാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
എല്ലാ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ നിസ്കാരങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവചമായി നിൽക്കുമെന്നാണ് ഈ ഒരു ആയത്ത് വിശദീകരിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പിന്നെയും തെറ്റുകളിലേക്ക് എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കായി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ നിസ്കാരത്തിൽ എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്തോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ നിസ്കാരം അല്ലാഹു തആല വേണ്ടതുപോലെ സ്വീകരിക്കാൻ ഉതകുന്ന നിസ്കാരമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും തെറ്റിലേക്ക് പോകുന്നത്. ഒരാൾ നിസ്കരിച്ചാൽ അവൻ എല്ലാ തെറ്റുകളിൽ നിന്നും വിമുക്തനായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ഖശിഊൻ. മുഅ്മിനീങ്ങളുടെ വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്, ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, മുഅ്മിനിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി അവർ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അങ്ങനെയുള്ള നിസ്കാരക്കാരെയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ സ്വീകരിക്കുന്ന നിസ്കാരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഖദാ ആയി പോയ എല്ലാ നിസ്കാരങ്ങളും ഖദാ വീട്ടിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലുമുള്ള ഒരുപാട് പ്രവാസികളായ മലയാളികളായ നമ്മുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അല്ലാഹു തആല അവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് റഹ്മാനായ റബ്ബ് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഹ്ദഹു ലാ ശരീക ലഹു ഷഹാദതൻ സാദിറതൻ മിൻ ഖുലൂസി ത്വബിയ്യ വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിസ്സംഹത്തിൽ ഹനീഫിയ്യ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽ ഇദ്റതി നബവിയ്യ. അമ്മാ ബഅദ് യാ അയ്യുഹൻ നാസ് أوصيكم عباد الله ونفسي بتقوى الله. اتقوا الله في السر والعلانية فإنه لا يخفى عليه خافيا. واعلموا للسعادة الأبدية والنجاة السرمدية وهي الفوز بالجنة والنجاة من النار. قال الله تعالى: فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. أيها المؤمنون، إن الاعتراض من أعظم أسباب الخذلان والمغرورون كثير، منهم من يغتر بالدنيا والشيطان. وقد نهى الله تعالى عن ذلك فقال: فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ومن أكل حقارة الدنيا وسرعة زوالها وعظم الآخرة وبقاءها لا يغتر بزينة الدنيا وزين فيها ورغب عنها. ومن تفتن بكيد الشيطان نجا منه. ومن تستر بذكر الله كان منه في حزن حزين وهو من عباده المخلصين. قال الله تعالى: إن عبادي ليس لك عليهم سلطان. وقد أقر الشيطان نفسه بذلك فقال: فبعزتك لأغوينهم أجمعين إلا عبادك منهم المخلصين. فالإخلاص أقوى حفاظة من الشيطان. أيها الأعزاء، كل عمل قصد به وجه الله فهو غال، وما لم يقصد به وجه الله فهو في ضلال. والإخلاص والإنصاف من
أكرمنا الله بجنته ومتعنا الله برؤيته إن أحسن ما يتلى كلام الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العلي العظيم. بارك الله لنا ولكم. أقول قولي هذا وأستغفر الله العظيم لي ولكم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا محمد وعلى آله وصحبه وسلم ما سبح ملك في سجود. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وبادروا إلى ذات المفترضات واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته فقال عز من قائل إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على سيدنا محمد الذي سطح في يده العصا ونبع من بين أصابعه الماء. اللهم ارفع لخلفائه الراشدين المهديين أبي بكر الصديق التقي وعمر الفاروق النقي وعثمان ذي النورين الذكي وعلي المرتضى الوفي وعن بقية العشرة المبشرة وعن ريحانتي نبيك الحسن والحسين وعن عمي حمزة والعباس وعن سائر الصحابة والكرامة أجمعين وارض اللهم عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أصلح أزواجنا وأولادنا ومن أحاطت به شفقة قلوبنا بما أصلحت به عبادك الصالحين. اللهم اصرف عنا وعن بلادنا شر الوباء والطاعون. اللهم احفظ دولة المسلمين واصرف عنهم كيد الكائدين ومكر الماكرين. اللهم إنا نجعلك في نحورهم ونعوذ بك
بك من شرورهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشوه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس الكرام ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله العظيم لي ولكم ولجميع المؤمنين عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله